ഞാനൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. തളപതി ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ധാരണ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാറി കിട്ടും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യാൻ നിൽക്കുക. ഓക്കെ, വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കമന്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോക്ക് 20K വ്യൂസ് കിട്ടുകയാണെങ്കിൽ ആദ്യം കമന്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് 100 rupees GPay ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അവസാനം പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തളപതി ഇപ്പൊ ആക്ടിംഗിൽ നിന്ന് മാറി നിന്നിട്ട് പൊളിറ്റിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ CM ആയിരിക്കാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് തളപതി വിജയ് മാത്രമായിരുന്നു. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റിവ്യൂ വരുന്ന സിനിമകൾ പോലും 300 കോടിയോളം ഗ്യാരണ്ടിയാണ്. ഇതൊക്കെ തളപതിക്ക് അറിയാം. താനൊരു ബ്രാൻഡ് ആണെന്നും താൻ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലെങ്കിൽ ഇവിടെ വലിയ ലോസ് ഉണ്ടാവുന്നു അദ്ദേഹത്തിന് അറിയാം. ഇനിയിപ്പോ തളപതി സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ തിരിച്ചു വന്നിരിക്കും. പക്ഷെ തിരിച്ചു വരാനായിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കുമെന്ന് മാത്രം. ഞാൻ വേണമെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ എനിക്ക് കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ദൃശ്യം 3യുടെ ട്രെയിലർ വന്നത്. അതിൽ നമ്മുടെ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ നമുക്ക് കാണാം. ഒരു മുഖ്യമന്ത്രിയുടെ തിരക്കായിരിക്കത്തില്ല ഒരു ഗതാഗത മന്ത്രിക്ക് ഉള്ളത്. റീസെന്റ് ആയിട്ട് നടന്ന ഈ കാര്യം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ടൊന്ന് കാണിച്ചെന്ന് മാത്രം. ഇതിനേക്കാൾ ആപ്റ്റ് ആവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ MGR 1977 മുഖ്യമന്ത്രി ആയതിനു ശേഷവും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സ്കോപ്പെങ്കിലും തോന്നില്ല നമ്മുടെ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. തളപതിയുടെ കമ്പാക്ക് ആയിട്ട് വരാൻ പോകുന്ന സിനിമ വേണമെങ്കിൽ ലിയോ 2 വരെ ആയിരിക്കാം. ഞാൻ ലിയോ 2 എന്ന് പറയാൻ കാരണം ലോകേഷ് AA23 കംപ്ലീറ്റ് ചെയ്തിട്ട് കൈതി 2 ആ കടക്കാൻ പോകുന്നതെങ്കിൽ കൈതി 2 ഷൂട്ടും ചെയ്ത് റിലീസും ചെയ്ത് കഴിഞ്ഞിട്ട് വിക്രം 2 കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് 4 വർഷത്തോളെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ തളപതി ലിയോ 2 ആയിരിക്കും കമ്പാക്ക് നടത്താൻ പോകുന്നത്. പിന്നെ ലോകേഷ് കനകരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് LCUവിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനിയുള്ള സിനിമകളെല്ലാം വരാൻ പോകുന്നതെന്ന്. അപ്പൊ എന്തായാലും ലിയോ ദാസിന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇത് മാത്രമല്ല തളപതി സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പറയാൻ കാരണം ഇനി വരാനിരിക്കുന്ന LCU സിനിമകളിൽ തളപതി എന്തായാലും അഭിനയിക്കുമെന്ന് ഒരു എഗ്രിമെന്റ് സൈനും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും തളപതിക്ക് വരാണ്ടിരിക്കാൻ പറ്റൂല. ഇതൊന്നും കൂടാതെ തളപതിക്ക് നമ്മളായ ഫാൻസിനോടുള്ള കമ്മിറ്റ്മെന്റും. പിന്നെ ജനനായകൻ മാത്രമല്ല തളപതിയുടെ ഭാഗത്ത് ഈ വർഷം വരാനിരിക്കുന്ന സിനിമ LCU യൂണിവേഴ്സിലുള്ള ബെൻസിൽ തളപതിയുടെ ഒരു ക്യാമിയോയോ അല്ലെങ്കിൽ ഒരു റെഫറൻസോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് പാർത്ഥിപനായിട്ടല്ല സിനിമയിലേക്ക് വരാൻ പോകുന്നത്, ലിയോദാസ് ആയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ബെൻസിൽ എങ്ങാണ് ലിയോദാസിന്റെ റെഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമിയോ ഉണ്ടെങ്കിൽ ആ സിനിമ ഏത് ലെവൽ വരെ എത്തി നിൽക്കുമെന്ന്. തളപതിയുടെ ലിയോ എന്ന ക്യാരക്ടറിന് അല്ലെങ്കിൽ ലിയോ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പ് ഒന്നും ഇന്നേ വരെ മറ്റൊരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അഥവാ ഈ ഹൈപ്പിനെ മറികടക്കണമെങ്കിൽ അതിന് ലിയോ 2 തന്നെ വരണം. ഇതൊന്നും കൂടാതെ തളപതി തന്നെ പറഞ്ഞിട്ടുണ്ട് തമിഴ് സിനിമയെ മറ്റൊരു ലെവലിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒന്നും കാണാതെ തളപതി പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുള്ളിക്ക് ഇതിന് പിന്നിൽ എന്തൊക്കെയോ വലിയ പ്ലാൻ ഉണ്ട്. ഒന്നും കാണാതെ തളപതി ഇങ്ങനൊന്നും ചെയ്യത്തില്ല. ഇനിയിപ്പോ തളപതി 69 ആയിട്ടുള്ള ജനനായകൻ ജനുവരി റിലീസ് ചെയ്യേണ്ടതിന് വേണ്ടി ഡിലേ ആക്കി നീട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം ലീക്ക് പോയി ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുന്നു. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ അടിച്ച് താഴെ ഇട്ടിട്ട് നമ്മുടെ CM ആയി. ജനനായകൻ ഈ മാസം 28 റിലീസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റുകൾ എന്തായാലും വരുന്നത്. ജനനായകന്റെ പ്രൊഡ്യൂസർ തന്നെ 2 വീക്കിനുള്ളിൽ സിനിമ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ജനനായകൻ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാമെന്ന റെക്കോർഡുകൾ ചില്ലറയൊന്നും ആയിരിക്കത്തില്ല. നോർമലി ഒരു വിജയ സിനിമ ഇറങ്ങുമ്പോൾ പോലും തമിഴ്നാട്ടിൽ ഒരു ഉത്സവം പോലാണ് അവർ ആഘോഷിക്കുന്നത്. അവരിനി ജനനായകൻ കാണാൻ പോകുന്നത് നോർമൽ ഒരു വിജയ സിനിമ കാണാൻ പോകുന്നത് പോലല്ല, അവരുടെ CM അഭിനയിച്ച സിനിമ കാണാൻ പോകുന്നത് പോലാണ്. സിനിമയ്ക്ക് ഇനി എന്ത് റെസ്പോൺസ് വന്നാലും മുമ്പുള്ള വിജയ സിനിമയ്ക്ക് എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അതുക്കും മേലെ ഇവർ ആഘോഷിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരൊറ്റ കാര്യം മതി തളപതി ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കാൻ. തളപതി ഇപ്പൊ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പല നടന്മാരുടെ സ്റ്റാർഡത്തിന്റെ വാല്യൂ അത് കൂടിയേക്കാം. പക്ഷെ തളപതി എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ തളപതി ഉണ്ടാക്കി വെച്ചേക്കുന്ന പൊസിഷനിൽ ഒരുത്തനും എത്താൻ പോകുന്നില്ല. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സൂര്യയുടെ കറുപ്പിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൂര്യക്ക് ഇനി എത്ര നല്ല സിനിമകൾ വന്നാലും സൂര്യ അല്ലെങ്കിൽ മറ്റു നടന്മാരെ ലിയോയുടെ കളക്ഷൻ തൂക്കി അടിച്ചാലും എന്തിന് തളപതി ഈ മാറി നിൽക്കുന്ന ഗ്യാപ്പ് കൊണ്ട് 1000 കോടി വരെ അടിച്ചാൽ പോലും തളപതി സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ അപ്പോഴും ഇവന്മാരെല്ലാം തളപതിയുടെ കീഴിൽ തന്നെ ആയിരിക്കും. തലൈവർ രജനീകാന്തിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് തളപതി നേടിയെടുത്തിട്ടുള്ളത്. തളപതി ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ തളപതി വിജയ് എന്ന് മാറ്റിയിട്ട് തലൈവർ വിജയ് എന്നാക്കണം. തലൈവർ വിജയനൊന്നും ആക്കത്തില്ല, ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. തളപതി ഈ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വരവങ്ങ് വരും മോനെ, അത് ആരെ കൊണ്ടും താങ്ങാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒറ്റ കാര്യം മതി തളപതി സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. തളപതിയുടെ ഒരു മുഴുനീള സിനിമ വരാൻ എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ. തളപതി എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോക്ക് 20K വ്യൂസ് കിട്ടുകയാണെങ്കിൽ അതിൽ ആദ്യം കമന്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് 100 rupees GPay ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 20K വ്യൂസ് ആയി കഴിഞ്ഞാൽ പേയ്മെന്റിന്റെ പ്രൂഫ് അടക്കം 20K അച്ചീവ് ചെയ്യുന്ന ഡേ എന്നാണോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുള്ള മറ്റ് വീഡിയോസ് ഇങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.